ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാം തിരുവചനം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. യേശു ആരാണെന്നും ആ ശ്രേഷ്ഠബോധ്യം, ആ ഉത്തമ വിശ്വാസം, അത് മനസ്സിലാക്കുവാനുള്ള തിരിച്ചറിവ് ആർക്കൊക്കെയാണ് ഉള്ളത് എന്ന വലിയ സത്യം നമുക്ക് പറഞ്ഞു തരുന്ന യേശുവിൻ്റെ ഒരു തിരുമൊഴി. ഈ മൊഴിയുടെ ആദ്യ പാദത്തിൽ അസന്നിഗ്ധമായി തന്നെ കേൾക്കുന്ന അന്നത്തെ തൻ്റെ ശിഷ്യരോടും ഇന്നത്തെ അവൻ്റെ പ്രിയരായ നാം ഓരോരുത്തരോടും യേശു പറയുകയാണ്, എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവാം ദൈവം എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. സകല സൃഷ്ടികളുടെയും അധിപൻ, സകല ജീവജാലങ്ങളുടെയും ജനങ്ങളുടെയും അധിപനായിരിക്കുന്ന സൃഷ്ടാവായ ദൈവം തൻ്റെ സകല രാജ്യങ്ങളുടെയും സ്വർഗരാജ്യത്തിൻ്റെയും ഭൂമിയിൽ അവനിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരുടെയും പരമാധികാരിയായി, രാജാക്കന്മാരുടെ രാജാവായി തന്നെ യേശു ക്രിസ്തു എന്ന ദൈവത്തിൽ നിന്നും വന്ന മനുഷ്യർക്കും ജീവനും രക്ഷയും നൽകുവാനായി അയക്കപ്പെട്ട മകൻ താനാണ് എന്ന് യേശു ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം. ഈ തിരുവചനത്തിൻ്റെ മധ്യത്തിൽ യേശു പറയുകയാണ്, പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവാരെന്ന് പുത്രനും. അവർക്ക് രണ്ടു പേർക്കും മാത്രം അറിയുന്ന പരമരഹസ്യം. എന്നാൽ ആ രഹസ്യം ഇന്ന് നമുക്ക് ചെറുതായെങ്കിലും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു എങ്കിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം ഈ തിരുവചനത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്ന പുത്രനായ യേശു ആർക്കു വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുവോ അതിൽ ഒരാളാണ് നാം എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. ആ സന്തോഷം നമ്മിൽ കൂടുതൽ വ്യാപരിക്കുവാനും ആ രഹസ്യത്തിൻ്റെ പൊരുൾ ആഴത്തിൽ നമ്മുടെ മനസ്സുകളിൽ പതിയുവാനും ആ പിതാവിൻ്റെ മകനായും ആ പുത്രൻ്റെ സഹോദരനും സഹോദരിയുമായി ഇരിക്കുവാനും, അങ്ങനെ നമ്മുടെ ഭവനത്തിലുള്ളവർക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ ചുറ്റിലുള്ളവർക്കും നല്ല ഒരു ആത്മമിത്രമായി, ഒരു സഹോദരനായി സഹോദരിയായി തീരുവാൻ, ആ രാജാതിരാജാവിൻ്റെ രാജ്യത്തിലെ ഒരു വേലക്കാരനായി ഇരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.